മലപ്പുറം ജില്ലയിൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ടൗണ് ഇവിടെ ചെറിയ വണ്ടിയുടെ സൗണ്ട് ഉണ്ട്. റിവേഴ്സ് ഗിയറിലാണ്. ഇത് നമ്മളെ ഹൈവേ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത്. പുത്തനത്താണിക്കുന്ന് കോഴിക്കോട്ട് വരുമ്പോൾ ഇവിടുന്ന് അണ്ടർപാസിൻ്റെ അത് വരെയാണ് ടാറിങ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീറ്റർ എന്തോ ചെക്ക് ചെയ്യണം. നമ്മൾ മാറിക്കാൻ പറഞ്ഞു. അപ്പോൾ അണ്ടർപാസിൻ്റെ അവിടുന്ന് നേരെ അവർ ആറിവാള് കെട്ടിപ്പൊക്കി മണ്ണ് ഇട്ടിട്ട് ഏകദേശം 10 ദിവസം കൊണ്ടാണ് നമ്മൾ ഇവിടെ, പ്രത്യേകിച്ച് നമ്മളിവിടെ ഒരു പ്രശ്നബാധിത മേഖല ആയതുകൊണ്ട് ഇവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോർട്ടിൽ സ്റ്റേ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിൽ. അപ്പോൾ ആ സ്റ്റേ ഒക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായിട്ട് പെട്ടെന്ന് വർക്കുകൾ അവർ തീർത്ത് 10 ദിവസം വേണ്ടി വന്നിട്ടില്ല എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആറിവാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിയുള്ള കല്ലുകളൊക്കെ വെച്ച് വന്ന് ഹൈറ്റ് ഇട്ട് മണ്ണ് നിരന്തരം വണ്ടികൾ കൊടുന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് ഇപ്പോൾ 2 ടൗണും അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടും കാണൂല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ടും കാണൂല. അതാണ് ഇപ്പം നിലവിലുള്ള സ്ഥിതി. കഴിഞ്ഞ ഉടൻ തന്നെ ടാറിങ്ങും ഇതിൻ്റെ DBM എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങും. അങ്ങനെ 1 by 1 ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. പിന്നെ ഇതാ നമ്മളെ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടത്തരം മാറാക്കര സർവീസ് ബാങ്കാണ്. ഇവിടുന്ന് ഇങ്ങനെയാണ് ആറിവാളിൻ്റെ മേലെ വെച്ചുള്ള കല്ലിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഈ ഭാഗങ്ങൾ. അതായത് ഇത് ഫസ്റ്റ് ആറിവാള് കെട്ടി അതിൻ്റെ മേലെ നമ്മൾ ഇത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രാഷ് ബാരിയറാണ് ഇനി ചെയ്യാനുള്ളത്. ക്രാഷ് ബാരിയറിൻ്റെ ഒപ്പം തന്നെ ആറിവാളിൻ്റെ കല്ലുകളില്ലേ, കല്ലിന് മേലെ കോൺക്രീറ്റിങ് ഇങ്ങനെ ചെയ്ത് പോകണം ഒപ്പാക്കാൻ വേണ്ടി. മണ്ണുകളൊക്കെ കൊടുന്ന് ഫില്ല് ചെയ്ത് റോളർ വെച്ച് അമർത്തി മണ്ണൊക്കെ നല്ല സെറ്റാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അത്രയും താഴ്ചയുള്ള സ്ഥലമായിരുന്നു ഇവിടെ. ലോഡ് കണക്കിന് മണ്ണുകൾ കൊടുന്ന് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടുള്ളത്. നമ്മൾ ഇനിയിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ മൂച്ചിക്കൽ ചെറിയ ടേണിംഗ് ആണ്. ആ ടേണിങ്ങിന് കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു താഴ്ചയുള്ള ഭാഗമായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം താഴ്ചകൾ എത്ര കണ്ട് താഴ്ചകളുണ്ട് എന്നുള്ളത്. ഇത്രയും താഴ്ചകളുണ്ട് ഇവിടെ കേട്ടോ. ടൗണിൻ്റെ ഒരു ഭാഗമാണ്. കോഴിക്കോടും തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ടാണ് വരുന്നത്. അതാണ് നമ്മളെ സമരപ്പന്തൽ. ഇവിടെ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് 422ാമത്തെ ദിവസമാണ് കഴിഞ്ഞു ഇന്നലെ ഇവിടെ സമരം തുടങ്ങിയിട്ട്. ഇവിടെ ആൾക്കാർക്ക് മുറിച്ച് കിടക്കാൻ ഒരു ചാൻസും ഇല്ല. ഇത്രയും ഏരിയകൾ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്കൂൾ പിള്ളേർ വയസ്സായവരൊക്കെ താൽക്കാലികമായിട്ട് അവിടെ പോയാലും മുറിച്ച് കിടക്കാൻ തോന്നുന്നുണ്ട്.
അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കടക്കാൻ യാതൊരു ചാൻസും ഇല്ല. അതാണ് നിലവിലെ അവസ്ഥ. ഇതുണ്ട്, അത്രയും താഴ്ചയുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് പൊക്കിയതാണ്, ഹൈറ്റിൽ കൂട്ടിയിട്ട്. ഇതാണ് നമ്മളെ ടൗൺ ഇട്ടാ. ടൗൺ ഇപ്പോൾ ഇതിന് ഞാൻ മേലെ കയറി നിന്നുകൊണ്ടാണ്. ഇവിടെ താഴെ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കാണൂല. അപ്പോൾ മണ്ണാണ് ഫില്ല് ചെയ്ത് ഇതിന് മേലെ ഇത് നല്ല 6 ഇഞ്ച് 7 ഇഞ്ച് കനത്തിൽ നല്ല കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് മേലെ അത് മുട്ടോളം കോൺക്രീറ്റും പിന്നെ ക്രാഷ് ബാരിയറും വരാനുണ്ട്. ഇവിടെ സബ്ഗ്രേഡുകൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിലുള്ള. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ BBM ഫസ്റ്റ് ലെയർ 2 ലെയറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാനുണ്ട്. അതിൻ്റെ അവസാന പണികളിലാണ്. ഇവിടെയൊക്കെ റോഡ് റോളർ വെച്ചിട്ട് ഇനി ഉരുട്ടാനുണ്ട്. രണ്ടത്താണ് ടൗണിൽ. ഇപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പളി കാണൂലട്ടാ. അത്രയും ഹൈറ്റായി, ഏകദേശം 7 മീറ്ററോളം ഹൈറ്റായി. മണ്ണിട്ട് വീണ്ടും പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കാൻ അപ്പുറത്തേക്ക് കിടക്കാൻ യാതൊരു നിവൃത്തിയില്ല ജനങ്ങൾക്ക്. അവിടെ വലിയൊരു അണ്ടർപാസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ അവിടെ അണ്ടർപാസ് ഉണ്ട്. 1 കിലോമീറ്ററോളം ഈ സൈഡിലേക്ക് പോകണം. പൂവഞ്ചന പാവപ്പെട്ട പ്രായമായ ആൾക്കാരെല്ലാവരും റോഡ് മുറിച്ച് കിടക്കാൻ, സ്ത്രീകളടക്കം കുട്ടികൾ സ്കൂളിൽ പോണവരൊക്കെ ഉണ്ട്. ഭയങ്കര പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പിളിച്ചേക്ക് എവിടുന്ന നടന്നു വരുന്നത്? അണ്ടർപാസ് വർക്ക് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മളങ്ങനെ ചുറ്റി വരികയാണല്ലേ. രാവിലത്തെ വരവ് രാവിലത്തെ കഷ്ടമാണ്. 9 മണിക്ക് കടയിലെത്തുന്നത്, 11 മണിക്കാണ് കടയിലെത്തുന്നത്. നമ്മുടെ കഷ്ടകാലം കണ്ടവരില്ല. ഇതൊക്കെ കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ? നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓവർപാസ് എങ്കിലും മേടിക്കണം. സർവീസ് റോഡിന്റെ സൈഡിലാണ് ഓട്ടോ സ്റ്റാൻഡ്. കോട്ടക്കൽ കോഓപ്പറേറ്റീവ് ഉർബാൻ ബാങ്കിന്റെ മുമ്പിൽ. അതൊക്കെ സ്പേസ്, നടക്കാനുള്ള സ്പേസ് ഇല്ല. സ്കൂൾ കുട്ടികൾ കടന്നു വരുമ്പോൾ നമ്മുടെ നെഞ്ഞിലൂടെ കാണുന്നത് വലിയ ബസ്സുകൾ, ലോറികളൊക്കെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ചെങ്കിലും നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പുറം സൈഡിൽ അവിടെ വ്യാപാരിൻ്റെ ബിൽഡിങ്ങൊക്കെ ഉള്ള സൈഡിലുണ്ട്. ഒരു ചകരം പോലെ കുട്ടികൾക്ക് നടക്കാനുള്ള വഴിയില്ല. അതൊക്കെ കാണുമ്പോൾ നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ അടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. ഇത്രയും രാഷ്ട്രീയക്കാരും കണ്ടത്താണിൻ്റെ പേര് വെച്ചിട്ട് പല പ്രമുഖരും വിലസുന്ന നാടാണ്. ഇവിടെ ഒരു നടപ്പാത പോലും ഉണ്ടാക്കി തരാൻ പറ്റാർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? എല്ലാ ടൗണുകളിലും അറ്റ്ലീസ്റ്റ് നടക്കാനുള്ള ഒരു അടിപ്പാതെങ്കിലും ഉണ്ട്. ഈ ടൗണിൽ അതില്ല എന്നുള്ളതാണ്. വർക്കുകൾ ഇവിടെ ഏകദേശം കഴിയാറായി. ഇനി ഒരു ചാൻസും കാണുന്നില്ല പോവാൻ. എന്തോ അണ്ടർപാസിന്റെ പണി കഴിഞ്ഞല്ലോ. എന്താ ചെയ്യാ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച്. അവിടുന്ന് സ്ക്രീനെ കണ്ടത് അവിടുന്ന് കിലോമീറ്റർ നടന്ന് കുഴങ്ങി വരും. രണ്ടത്താണി അങ്ങാടിന്ന് ആ അണ്ടർപാസ് കവർന്ന് കഴിഞ്ഞ് വരുമ്പോത്തിന് ചേലക്കുത്തിലോട്ട് എത്തുമ്പോത്തിന് 1 കിലോമീറ്റർ വരുന്നുണ്ട്. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴും മിനിമം ചാർജ് കൊടുക്കേണ്ടി 30 അതും പാവങ്ങൾ ഓപ്പോസിറ്റ് കിടക്കാനില്ല. അതെ, നേരെ ഓപ്പോസിറ്റ് കിടക്കാൻ. പിന്നെ അതും ഇവിടെ പാവങ്ങളല്ലേ ഈ വരേണ്ടത്.
അത് മനസ്സിലാക്കണില്ലല്ലേ ഇവര്. അതൊക്കെ പോട്ടെ, സ്കൂൾ കുട്ടികളെ കാര്യമാണ് കഷ്ടം. അത് ഭയങ്കര കഷ്ടമാണ്. അവർ ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ വണ്ടി തട്ടൂലേ, എന്താ ഇവര് ശ്രദ്ധിക്കാത്ത ഈ അധികൃതർ. ജനങ്ങളോടെ പറയുന്നേ ആകെ സങ്കടത്തിലാണ്. എന്താ ചെയ്യാ, ഒരു പിടുത്തം കിട്ടണില്ല. നിങ്ങൾക്ക് എങ്ങനെ ഓട്ടങ്ങളൊക്കെ എങ്ങനെ? ഓട്ടം വളരെ മോശമായി വരികയാണ്. കാരണം വെച്ചാല് ഞങ്ങൾക്ക് ഓട്ടം കൂടുമല്ലോ, കാരണം ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഈ രണ്ട് ഭാഗത്തെ ആൾക്കാർ ഒന്നിച്ചു വന്നിരുന്നേ, ഇപ്പോ ആൾക്കാർ ഇങ്ങോട്ട് വരാതായി. ടൗണിക്ക് വരാതായി, ആൾക്കാർ ബുദ്ധിമുട്ടിയും. എന്താ ചെയ്യാ, അത് അപ്പുറത്തേക്ക് കിടക്കാൻ ഇപ്പുറത്ത് കിടക്കാനൊന്നും പറ്റാത്ത കാരണം ഈ ടൗൺ ഒഴിവാക്കിയില്ല. എന്താണ് നമ്മളെ ഈ മേലധികാരികൾ നമ്മളെ നേർക്ക് ഇങ്ങനെ ദ്രോഹം ചെയ്യണെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. ഒക്കെ ശരിയാവേക്കാറാം. അവസാനമായിട്ട് നടന്നിരുന്ന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയും കെട്ടിയടച്ച് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ നടന്നതിന് നേരെ ക്രോസ് ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം കോൺക്രീറ്റ് ചെയ്തിട്ട് മുട്ടിക്കാനുള്ള പരിപാടിയാണ്. മേലൊക്കെ ചട്ടടിച്ച് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇനി ഇവിടേക്ക് ഒരു അണ്ടർപാസ് ഓവർപാസ് വരാനുള്ള ചാൻസുകൾ കാണുന്നില്ല. അവസാനം പണിയിലാണ്. ജനങ്ങൾ ക്രോസ് ചെയ്യുന്നതൊന്ന് കണ്ടട്ടാ. അപ്പോൾ അവിടുന്ന് ടൗണിൽ നടന്ന് വരികയാണ്. ഇത് അപ്പുളയിൽ നിന്ന് ഇപ്പുളേക്ക് വരുന്ന ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. ഇനി ഇതാ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അടക്കും. ഇവിടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് അവിടെ പൂവഞ്ചനയാണ്. ജസ്റ്റ് നടന്ന് അപ്പുറം കിടക്കാനാട്ടാ. വണ്ടിയേറ്റ് പോകുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത്. ജസ്റ്റ് നടപ്പാതല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ താൽക്കാലികമാണ്. ഇവിടെ ഇപ്പോൾ ഇതാണ്. ഇവിടെ ഇങ്ങോട്ട് സപ്ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കോൺക്രീറ്റും മെറ്റലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ ടാറിങ് ഇങ്ങനെയാണ് മുട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ അവസാന ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഭാഗങ്ങളിതാ കൊണ്ട് നിരത്തിക്കൊണ്ടിരിക്കുക. ഇത് അവസാന വർക്കാണ്. ഇത് ഇവിടെ ഇങ്ങനെയാണ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ ക്രോസിങ്ങും നടക്കൂല. അടുത്തിവിടെ 2-3 ലോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്രോസിങ്ങും നടക്കൂല. അപ്പോൾ ലാസ്റ്റ് പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇപ്പോൾ കനിഞ്ഞാത്തൻ നിതിൻ ഗഡ്കരി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഈ അണ്ടർപാസ് അല്ലെങ്കിൽ നടപ്പാതെ ഇവിടെ കിട്ടുള്ളൂ. അല്ലാതെ ഒരു ചാൻസും കാണുന്നില്ല സുഹൃത്തുക്കളെ. ഇവിടെ ഇപ്പോൾ ഒരു 4 ലോഡും പാടി മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ആൾക്കാർ വരുന്നത് ഒക്കെ ഇല്ലാതാവും. ആ ഭാഗങ്ങൾ ഒക്കെ ഇല്ലാതാവും. നമ്മൾ മുറിച്ചടക്കൽ കാലാകാലത്തിനും ഇവിടെ ക്ലോസ് ചെയ്യും. ഇതാണ് അവസ്ഥ. സർവീസ് റോഡും മെയിൻ റോഡും നല്ല ഡിസ്റ്റൻസാണ്. ഇവിടെ ഏതാനും ദിവസങ്ങൾക്കകം എന്താണ് ഇവിടെയൊക്കെ മണ്ണിടാണ്. നിങ്ങൾ കണ്ടില്ല. ഇനി എന്താ ചെയ്യാ? രാഷ്ട്രീയക്കാരാ? എങ്ങനെയാ പഞ്ചായത്ത് മുടി ഒന്ന് എടുക്കുവോ? കാണാനാണ്. എങ്ങനെ പറയേ. രാഷ്ട്രീയക്കാര് കഴിച്ചെന്ന് പറയണേ. അല്ലാതെ കിട്ടുവോ? ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. സാധ്യതയില്ല. ഇനിയിപ്പോ നാളെ മുതൽ നടക്കാൻ പറ്റില്ല. മണ്ണിടുന്ന കണ്ടില്ല. നമ്മൾ ചേലക്കുത്ത് റോട്ടിൽ നടക്കല്. കുഞ്ഞാട് പോവില്ല. അപ്പൊ ഇവിടെ പച്ചക്കറി മീനൊക്കെ മേടിക്കണമെങ്കിൽ പച്ചക്കറി മീനൊക്കെ മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ വരുത്താം. ഓൺലൈനിലോ? അതാണല്ലോ മാർഗമുള്ളൂ. മാർഗമുള്ളൂ. അത് പറഞ്ഞു. അപ്പൊ ഈ പേടിക്കുന്ന ഓഫീസർമാരൊക്കെ അപ്പൊ ഓടിച്ചു. ഇതിപ്പോ റോഡ് ഇറങ്ങിയിട്ട് ഓടിക്കൊന്നും നഷ്ടപ്പെടാൻ ഓരോ വണ്ടി ഒന്ന് ഇങ്ങോട്ട് വരാഞ്ഞാൽ മതി. മറ്റേതല്ല, മറ്റേ സാധനം അവിടെ നിന്നിട്ട് പോകും. അപ്പൊ പറയാം ആൾക്കാരായ രീതിയിലാണ് എത്തി വർക്കും കാര്യം ഉണ്ടാവില്ല. അത് ഞങ്ങൾക്കായിരുന്നു പറഞ്ഞത്. ഞങ്ങളതിന് സൂചന നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊന്നുമല്ല, നമ്മള് മാന്യമായിട്ട് പറഞ്ഞാൽ മതി. വിഷയം എന്നതാണ് അടുത്ത ഓപ്ഷൻ നടക്കുന്ന എത്രയോ സ്ഥലങ്ങൾ പിന്നെ ഒരു സംവിധാനം
മാത്രം